പലവിധ കള്ളന്മാരെ കണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ സമ്പാദിച്ച പൈസ കക്കുന്ന കള്ളന്മാരല്ലേ കണ്ടിട്ടുള്ളൂ. സമ്പാദിക്കാൻ പോകുന്ന പൈസ കക്കുന്ന കള്ളന്മാരുണ്ടോ. കഥ പറയാം. ഞാനിന്നൊരു ആളെ പരിചയപ്പെട്ടേ. അപ്പോൾ അയാൾ UAE ഡെലിവറി ജോബ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഡെലിവറി ജോബിലേക്ക് ഇയാൾ എത്തിച്ചേരുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ചോദിച്ചറിയാണ്. അപ്പോൾ അയാൾ മുഖാന്തരം അറിയാൻ പറ്റിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, നാട്ടിൽ പണിയില്ലാതെ നടക്കുമ്പോഴേ ഒരു കോൺടാക്റ്റ് മുഖാന്തരം ഇയാൾ UAE എത്തിച്ചേരുകയാണ്. അപ്പോൾ ആ ഒരു കോൺടാക്റ്റിൽ ബന്ധപ്പെട്ട ആൾ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, UAE ബൈക്കിൻ്റെ ലൈസൻസും ആ ലൈസൻസ് എടുക്കുന്നത് വരെയുള്ള താമസ, ഫുഡ്, എക്സ്പെൻസ് എല്ലാം ഇയാൾ വഹിക്കും. ഇയാൾക്കൊരു ഫിക്സഡ് ചാർജ് ഉണ്ട്. 4 ലക്ഷം രൂപ ഇയാൾക്ക് കൊടുക്കണം. അങ്ങനെയാണെങ്കിലാണ് ഇയാൾ ഓക്കെ ആവുള്ളൂ, ഈ ജോലിക്ക് അയാൾ കയറ്റി കൊടുക്കുകയുള്ളൂ. അങ്ങനെ അയാൾ പറയുന്നത് 4 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ ഇല്ല. ഓക്കെ, അപ്പോൾ അയാൾ പറയുന്നത് ഓക്കെ, കുഴപ്പമില്ല, ജോലിക്ക് കയറിയിട്ട് ശമ്പളം ഒക്കെ കിട്ടിയിട്ട് പതുക്കെ മാസം 500 ദിർഹംസ് അല്ലെങ്കിൽ 600 ദിർഹംസ് അടച്ചിട്ട് പിന്നെ പരിപാടി ക്ലോസ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. അങ്ങനെ ഇയാൾ വന്ന് ജോലിക്ക് കയറി. സംഭവം ഒക്കെ കറക്റ്റാണ്. ലൈസൻസും കാര്യങ്ങളൊക്കെ ഇവർ മുഖാന്തരം എടുത്തു കൊടുത്തു. ശമ്പളം ചാലുമായി. പക്ഷേ മാസം 500 ഈ ജോലി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ കൊടുക്കുമ്പോഴുള്ള ഒരു വലിയൊരു സുഖമൊന്നും ഉണ്ടാവില്ല കേട്ടോ. കാരണം നമ്മൾ ഈ അധ്വാനിക്കുന്ന പൈസയിൽ നിന്ന് ഇങ്ങനെ 500 ഇങ്ങനെ പിടിക്കല്ലേ. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചാലേ, ഈ ഡെലിവറി കമ്പനികൾക്ക് ശരിക്കും ഇവിടെ ആളെ കിട്ടൂല. കാരണം എല്ലാ ഡെലിവറി ചെയ്യുന്ന ആൾക്കാർക്കും ജോലി ഉണ്ടാവും. അപ്പോൾ ഈ ഡെലിവറി കമ്പനികൾ അവരുടെ ചിലവിൽ നാട്ടിൽ നിന്ന് ആളെ കൊണ്ടുവന്നിട്ട് അവരുടെ എക്സ്പെൻസിൽ വിസയും അവരുടെ എക്സ്പെൻസിൽ ലൈസൻസൊക്കെ എടുത്തെടുക്കാൻ തയ്യാറാണ്. അപ്പോൾ ഈ കാര്യം ചില ഇടനിലക്കാർ യൂസ് ചെയ്യാണ്. അപ്പോൾ അവർ ആളുകളുടെ കയ്യിൽ നിന്ന് 4 ലക്ഷം രൂപ 5 ലക്ഷം രൂപ ഒക്കെ മേടിച്ചിട്ടാണ് കയറ്റി കൊടുക്കുന്നത്. തനി കക്കൽ. അപ്പോൾ ഈ മുതലാളിമാരായിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ കീഴിൽ ജോലിക്ക് വരുന്ന ആളുകൾ എങ്ങനെയാണ് ഇവിടെ എത്തിച്ചേർന്നത്, ജോലിക്ക് എത്താൻ വേണ്ടിയിട്ട് അവർക്ക് എത്ര പൈസ ചിലവായി, ഇതൊക്കെ ചോദിച്ചാൽ അറിയാൻ കേട്ടോ. അത് നന്നായിരിക്കും.